ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഒഡീഷ സന്ദർശനത്തിന് തുടക്കമായി. ഭുവനേശ്വർ എയിംസിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി. ലഡാക്കിൽ പുതിയ ലഫ്റ്റനന്റ് ഗവർണറെയും ഹരിയാന, ഗോവ സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെയും നിയമിച്ച് രാഷ്ട്രപതി. ഇന്ത്യ ചൈന ബന്ധത്തിൽ മികച്ച പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബീജിംഗിൽ ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ശുഭാംശു ശുക്ല ഉൾപ്പെടുന്ന ആക്സിയം ഫോർ ദൌത്യ സംഘത്തിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. കേരളത്തിൽ നിപയ്ക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ്. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ വിശദമായി. ഹരിയാനയിലും ഗോവയിലും പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലഡാക്കിൽ പുതിയ ലഫ്റ്റനന്റ് ഗവർണറെയും നിയമിച്ചു. മുൻ വ്യോമയാന മന്ത്രി അശോക് ഗജപതി രാജുവിനെ ഗോവ ഗവർണറായും അസിം കുമാർ ഘോഷിനെ ഹരിയാന ഗവർണറായും നിയമിച്ചു. കവിന്ദർ ഗുപ്തയാണ് ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ. കാലാവധി പൂർത്തിയാക്കി പൂർണ്ണ സംതൃപ്തിയോടെയാണ് സ്ഥാനമൊഴിയുന്നതെന്ന് ഗോവ ഗവർണറായിരുന്ന PS ശ്രീധരൻപിള്ള പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് തുടക്കമായി. ഭുവനേശ്വറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ 5ാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുത്തു. Ladies and gentlemen, I am glad to know that over the last 12 years, this institute has grown significantly. Medical research or social welfare activities, the institute has earned many accolades and has won hearts of the people of Odisha and the neighboring states such as West Bengal, Chhattisgarh, Jharkhand and others. I am glad to know that this institute functions with a large number of medical departments and various services. ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ രാഷ്ട്രപതിയെ ഒഡീഷ ഗവർണർ ഹരിബാബു കമ്പംപതി, മുഖ്യമന്ത്രി മോഹൻ ശരൺ മാജി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. റാവൻഷാ സർവകലാശാലയുടെ 13ാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി നാളെ പങ്കെടുക്കും. തുടർന്ന് കട്ടക്കിലെ റാവൻഷാ ഗേൾസ് ഹൈസ്കൂളിന്റെ 3 കെട്ടിടങ്ങളുടെ പുനർവികസനത്തിന് തുടക്കം കുറിക്കുന്ന ശ്രീമതി മുർമു ഒഡിയ കവിയും പണ്ഡിതനുമായ ആദികവി സരളദാസിന്റെ ജന്മവാർഷികാഘോഷത്തിലും 2024 കലിംഗ രത്ന അവാർഡ് ദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്ത്യ ചൈന ബന്ധത്തിൽ മികച്ച പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബീജിംഗിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിച്ചതിലൂടെ കഴിഞ്ഞ 9 മാസത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലായതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സുസ്ഥിരവും ക്രിയാത്മകവുമായ ബന്ധം ലോകത്തിനാകെ ഗുണം ചെയ്യുമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിക്കാൻ സഹകരിച്ച ചൈനയ്ക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് എന്ന പേരിൽ ത്രിദിന ഉച്ചകോടി സംഘടിപ്പിക്കാനൊരുങ്ങി യുവജനകാര്യ മന്ത്രാലയം. ഈ മാസം 18-ന് വാരണാസിയിൽ ഉച്ചകോടിക്ക് തുടക്കമാകും. യുവാക്കളുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് രഹിത മുന്നേറ്റങ്ങൾ സാധ്യമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി. 100ഓളം ആത്മീയ സംഘടനകളിൽ നിന്നും 500ഓളം യുവാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. ട്രേഡ് വാച്ച് ക്വാർട്ടർലി റിപ്പോർട്ടിന്റെ 3ാം പതിപ്പ് നിതി ആയോഗ് പുറത്തിറക്കി. വ്യാപാര മേഖലയിലെ ഇന്ത്യയുടെ സ്ഥാനം, മേഖല തിരിച്ചുള്ള പ്രകടനങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് നിതി ആയോഗ് അംഗം ഡോക്ടർ അരവിന്ദ് വീരമണിയാണ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തത്. സഹകരണം, നൂതനാശയ രൂപീകരണം അടക്കമുള്ളവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വ്യാപാര മേഖലയിൽ സുസ്ഥിര വികസനം കൈവരിക്കുന്നതിന് സഹായകരമായ വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്ന് നിതി ആയോഗ് വ്യക്തമാക്കി. പാലക്കാട് ജില്ലയിൽ വീണ്ടും നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സഞ്ജീവനി വഴി ഡോക്ടറുടെ സൌജന്യ സേവനം തേടാവുന്നതാണ്. പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച 57-കാരന്റെ സമ്പർക്ക പട്ടികയിൽ 46 പേരാണ് ഉള്ളത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക VCമാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സർവകലാശാലകളിൽ സർക്കാർ പാനലുകളിൽ നിന്നല്ലാതെ VCമാരെ നിയമിച്ച നടപടി നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. താൽക്കാലിക VCമാരുടെ കാലാവധി 6 മാസത്തിൽ കൂടുതലാകരുതെന്നും സ്ഥിരം VC നിയമനത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു.
ഉത്തരവ് സ്വാഗതാർഹമെന്ന് മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടുന്നത് വൈകിപ്പിച്ചതിന് കേരള ഗവർണർക്കെതിരെ നൽകിയ ഹർജികൾ പിൻവലിക്കാൻ അനുവദിക്കണമെന്ന് കേരള സർക്കാർ സുപ്രീംകോടതിയോട് അഭ്യർത്ഥിച്ചു. തമിഴ്നാട് ഗവർണറുടെ കേസിൽ സുപ്രീംകോടതിയുടെ പുതിയ വിധി വന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ഹർജികൾക്ക് ഇനി പ്രസക്തിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനത്തിന്റെ നീക്കം. അതേസമയം ഹർജികൾ പിൻവലിക്കുന്നതിനെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും എതിർത്തു. കേരളത്തിലെ 7 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരങ്ങൾ ലഭിച്ചതായി മന്ത്രി വീണ ജോർജ്. 3 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് പുതുതായി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് അംഗീകാരവും 4 എണ്ണത്തിന് പുതുക്കിയ NQAS അംഗീകാരവുമാണ് ലഭിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ 233 ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് ദേശീയ അംഗീകാരം ലഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രശസ്ത അഭിനേത്രി ബി സരോജ ദേവിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഇന്ത്യൻ സിനിമയുടെയും സംസ്കാരത്തിന്റെയും മികച്ച പ്രതീകമായി സരോജ ദേവി എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിശ്രമ ജീവിതം നയിച്ചിരുന്ന സരോജ ദേവി ഇന്ന് രാവിലെയാണ് അന്തരിച്ചത്. പത്മശ്രീ, പത്മഭൂഷൺ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. രാജ്യത്ത് മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജൂൺ മാസം 0.13% കുറവ് രേഖപ്പെടുത്തി. ഭക്ഷ്യവസ്തുക്കൾ, അടിസ്ഥാന ലോഹങ്ങളുടെ നിർമ്മാണം, അസംസ്കൃത പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയുടെ വിലയിലുണ്ടായ കുറവാണ് ഇടിവിന് പ്രധാന കാരണമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വാർഷികാടിസ്ഥാനത്തിലെ ഭക്ഷ്യവില പെരുപ്പം 0.26% കുറഞ്ഞു. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 പേരടങ്ങുന്ന ആക്സിയം 4 ദൌത്യ സംഘത്തിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. നാളെ വൈകുന്നേരം 3 മണിയോടെ പേടകം ശാന്തസമുദ്രത്തിൽ സ്പ്ലാഷ് ലാൻഡിംഗ് നടത്തും. വിശദാംശങ്ങളിലേക്ക്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും വൈകിട്ട് 4:30ഓടെയാണ് അൺഡോക്കിംഗ് നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നതെങ്കിലും 15 മിനിറ്റ് വൈകി 4:45ഓടെയാണ് അൺഡോക്കിംഗ് പൂർത്തിയാക്കിയത്. 18 ദിവസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷമാണ് ശുഭാംശു ശുക്ലയും സംഘവും മടങ്ങിയെത്തുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനും രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനുമാണ് ശുഭാംശു ശുക്ല. രാകേഷ് ശർമ്മയുടെ പ്രശസ്തമായ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ ഇപ്പോഴും മറ്റെല്ലാ സ്ഥലങ്ങളെക്കാളും മികച്ചതായി കാണപ്പെടുന്നതായി ബഹിരാകാശ നിലയത്തിൽ നടന്ന വിടവാങ്ങൽ ചടങ്ങിൽ ശുഭാംശു പറഞ്ഞു. ഇന്ത്യയ്ക്ക് വേണ്ടി പ്രത്യേകമായി 7 പരീക്ഷണങ്ങൾ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുക്ല നടത്തി. ജൂൺ 26-നാണ് ആക്സിയം 4 ദൌത്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പറന്നത്. സംഘത്തെ വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സ് ഫാൽക്കൺ 9 ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ലാൻഡിംഗിന് ശേഷം ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുക്ലയും മറ്റ് സംഘാംഗങ്ങളും ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടാൻ 7 ദിവസത്തെ പുനരധിവാസ പരിപാടിക്ക് വിധേയരാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തകർച്ച. 4 വിക്കറ്റിന് 58 റൺ എന്ന നിലയിൽ അവസാന ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 8 വിക്കറ്റിന് 139 റൺ എന്ന നിലയിലാണ്. 5 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പര നിലവിൽ 1-1 സമനിലയിലാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്നും വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 247 പോയിന്റ് കുറഞ്ഞ് 82,253-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 68 പോയിന്റ് കുറഞ്ഞ് 25,082-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 15 രൂപ കൂടി 9,155-ഉം പവന് 73,240 രൂപയുമാണ് ഇന്നത്തെ വില. റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കാൻ വ്യോമ പ്രതിരോധ യുദ്ധോപകരണങ്ങൾ നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈന് നൽകേണ്ട മിസൈലുകളുടെ എണ്ണത്തിൽ ധാരണയായിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഒഡീഷ സന്ദർശനത്തിന് തുടക്കമായി. ഭുവനേശ്വർ എയിംസിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി. ലഡാക്കിൽ പുതിയ ലഫ്റ്റനന്റ് ഗവർണറെയും ഹരിയാന, ഗോവ സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി. ഇന്ത്യ ചൈന ബന്ധത്തിൽ മികച്ച പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബീജിംഗിൽ ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ശുഭാംശു ശുക്ല ഉൾപ്പെടുന്ന ആക്സിയം 4 ദൌത്യ സംഘത്തിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു.
കേരളത്തിൽ നിപ്പയ്ക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ്. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.